بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، قال الإمام السعدي رحمه الله في جوامع الأخبار الحديث التاسع ونبدأ الحديث. قال عن عبد الله بن عمرو رضي الله عنهما. അബ്ദുല്ലാഹ് ബിൻ ഉമറാണ് അംറ. പക്ഷേ ഈ ഹദീസ് മുസ്ലിമിലുള്ള ഹദീസിൽ ഇബ്നു ഉമറിന്റെ അതിലാണ് കിടക്കുന്നത്. ഹദീസ് 2655. عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم كل شيء بقدر حتى العجز والكيس. رواه مسلم. كل شيء بقدر. എല്ലാ കാര്യങ്ങളും ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു തആല എന്താണോ ഖദറാക്കിയത് അതാണ് സംഭവിക്കുന്നത്. ഹത്തൽ അജ്സു വൽ കൈസ്. ചില ആളുകൾ ചില കാര്യങ്ങളിൽ എന്താണ് സാമർഥ്യമുള്ള ആളുകളായിരിക്കും, വിവേകമുള്ള ആളുകളായിരിക്കും, കഴിവുള്ള ആളുകളായിരിക്കും. അതെല്ലാം അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും. അപ്പൊ അതെല്ലാം ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. കുല്ലു ഷൈഇൻ ബിഖദർ. وهذا الحديث تضمن أصلا عظيما من أصول الإيمان الستة، وهو الإيمان بالقدر خيره وشره. ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരടിസ്ഥാനം ഖദറിലുള്ള വിശ്വാസം, ഖൈറാകട്ടെ ഷർറാകട്ടെ. അതിനെ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ഹദീസാണ് ഈ ഹദീസ്. وذلك أن يؤمن العبد أن ما من شيء حاصل في هذا الكون لا يكون إلا بقدر الله جل وعلا وقضائه. അതായത് ഒരു അടിമ വിശ്വസിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിന്റെ ഖദറും ഖളാവും കൊണ്ടല്ലാതെ സംഭവിക്കുന്നില്ല. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. തീർച്ചയായും എല്ലാ ഓരോ കാര്യങ്ങളും നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഖദർ കൊണ്ടാണ്, ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ന കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. വകമാ ഖാല റബ്ബുനാ സുബ്ഹാനഹു വതആല ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ما أصاب من مصيبة في الأرض. ഭൂമിയിൽ എന്തൊരു മുസീബത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിലും വലാ ഫി അൻഫുസിക്കും, ഇനി നിങ്ങളുടെ സ്വന്തത്തിലും സ്വന്തം ശരീരത്തിലും ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല, ബാധിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബ് മിൻ ഖബ്ലി അൻ നബ്റാഹ. ആ മുസീബത്ത് സംഭവിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു കിതാബിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടല്ലാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഏതാണ് ആ കിതാബ്? അല്ലാഹു അൽ മഹ്ഫൂദ്. വല്ലാഹു ജല്ല വഅല قد كتب مقادير الخلائق قبل أن يخلقهم وقبل إيجادهم وقبل كونهم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ ഖദറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സൃഷ്ടികൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. قال عليه الصلاة والسلام كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض
ب50 ألف سنة كتب الله مقادير الخلائق قبل أن يخلق السماوات والأرض. എല്ലാ സൃഷ്ടികളുടെയും ഖദറുകൾ അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നേ ആകാശഭൂമികൾ അല്ലാഹു തആല സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ, എത്ര വർഷം മുമ്പ്? ബി50 അൽഫ സന, 50,000 വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹു തആല എല്ലാ സൃഷ്ടികളുടെയും ഖദറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കതബല്ലാഹു മഖാദീർ അൽ ഖലായിഖ് ഖബല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ ബി50 അൽഫ സന. അത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ സൃഷ്ടികളുടെയും ഖദറുകൾ അല്ലാഹു തആല ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. ولا يتم إيمان عبد حتى يؤمن بالإيمان حتى يؤمن بالقدر خيره وشره. ഒരു അടിമയുടെയും ഈമാൻ പൂർത്തിയാകുന്നതല്ല, പൂർണ്ണമാകുന്നതല്ല അവൻ ഖദറിൽ വിശ്വസിക്കുന്നത് വരേക്കും. ഖൈറാകട്ടെ ഷർറാകട്ടെ അതെല്ലാം അള്ളാഹുവിന്റെ ഖദറിലാണ്, ഖദറിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരെയും ഒരുവന്റെയും ഈമാൻ പൂർണ്ണമാകുന്നതല്ല. عن يحيى بن عمر رحمه الله قال كان أول من قال في القدر بالبصرة معبد الجهني. അതായത് ഖദർ അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഖദരിയാക്കൾ. ബസ്രയിൽ ഏറ്റവും ആദ്യം ഖദറിനെ നിഷേധിച്ചത് മഅബദ് അൽ ജുഹനി എന്ന് പറയുന്ന ആളാണ്. فانطلقت أنا وحميد بن عبد الرحمن الهميري حاجين أو معتمرين. അങ്ങനെ അവർ ബസ്രയിൽ നിന്ന് യഹ്യ ബിൻ യഅമറും അതേപോലെ തന്നെ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിമിയരി അദ്ദേഹവും കൂടി മക്കയിലേക്ക് ഹജ്ജിനു വേണ്ടി അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പോവുകയാണ്. فقلنا لو لقينا أحدا من أصحاب رسول الله صلى الله عليه وسلم فسألناه عما يقول هؤلاء في القدر. അവർ പറഞ്ഞു, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ആരെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ ഖദറിനെ നിഷേധിക്കുന്ന ഈ ആളുകളുടെ ആ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് ചോദിക്കാം. ഫവഫിഖ ലനാ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകപ്പെട്ടു. ദാഖിലൻ ദാഖിൽ അൽ മസ്ജിദ്, അതായത് പള്ളിയുടെ ഉള്ളിൽ വെച്ച്. طيب فاكتنفته انا وصاحبي احدنا عن يمينه والاخر عن شماله. അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടതും വലതുമായിക്കൊണ്ട് ഞങ്ങൾ ഇരുന്നു. فظننت ان صاحبي سيكل الكلام الي فقلت ابا عبد الرحمن. അദ്ദേഹം പറയുകയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുനോട്, യാ അബ അബ്ദുറഹ്മാൻ ഇന്നഹു ഖദ് ളഹറ ഖിബലനാ നാസ് യഖറഊന അൽ ഖുർആൻ വദക്കറ മിൻ ശഅനിഹിം വഅന്നഹും യസ്ഉമൂന അല്ലാ ഖദറ. ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവര് ഖുർആൻ പാരായണം ചെയ്യും. പിന്നെ അവരുടെ കാര്യത്തിൽപ്പെട്ടതാണ് അവർ പറയുകയാണ്, വാദിക്കുകയാണ്, അല്ലാ ഖദറ, ഖദറില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖദറില്ല. വഅന്നൽ അംറ ഉനുഫ്, കാര്യങ്ങളൊക്കെ ഉനുഫാണ്. ഉനുഫ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല അത് അറിയുന്നത്. സംഭവിക്കുന്നതിന് മുമ്പേ അല്ലാഹു തആലക്ക് അതിനെ കുറിച്ചുള്ള ഇൽമില്ല എന്ന് വാദിക്കുന്നവരാണ് അവർ. ഫഖാല റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും വഅന്നഹും ബുറാഅു മിന്നി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ, ഫൈദാ ലഖീത ഉലൈക, നീ അവരെ കണ്ടുമുട്ടിയാൽ നീ അവരോട് അറിയിച്ചു കൊടുക്കുക, അന്നി ബരീഉം മിൻഹും, ഞാൻ അവരിൽ നിന്ന് ബരിയാണ്, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്. വഅന്നഹും ബുറാഅു മിന്നി, അവരും എന്നിൽ നിന്നും മുക്തരാണ്, അവരുമായി കൊണ്ടൊരു ബന്ധവുമില്ല. വല്ലദീ യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഐ വല്ലദീ നഫ്സി ബിയദിഹി,
അല്ലാഹു തആല തന്നെയാണ് സത്യം. ലൗ അന്ന ലി അഹദിഹിം മിസ്ലു ഉഹദിൻ ദഹബൻ ഫഅൻഫഖഹ്. ഈ പറയപ്പെടുന്ന ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ, അവരിൽ ഒരാൾക്ക് ഉഹുദ് മലയോളം സ്വർണം അവര് ചെലവഴിച്ചാൽ പോലും മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവർ ഖദറിൽ വിശ്വസിക്കുന്നവരേക്കും അല്ലാഹു തആല അവരിൽ നിന്നത് സ്വീകരിക്കുകയില്ല. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹദ്ദസനി അബി, ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ യതഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബ്. അതായത് ഹദീസ് ജിബ്രീൽ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം, അതായത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ഹദീസ് പറയുകയാണ്. അങ്ങനെ അഖ്ബിർനാ അനിൽ ഈമാൻ فأخبرني عن الإيمان قال أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر وتؤمن بالقدر خيره وشره. അതുവരെ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഈമാനുള്ള വിശ്വാസത്തിന്റെ അസ്ലായിട്ടുള്ള സംഗതിയാണ്. ഈമാനികമായിട്ടുള്ള വിശ്വാസം, ഇസ്ലാം, അതിന്റെ ഉസൂലുകളിൽപ്പെട്ട അടിസ്ഥാനങ്ങളിൽപ്പെട്ട വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസം. അപ്പൊ ആരാണോ ഖദറിലുള്ള വിശ്വാസത്തെ നിഷേധിക്കുന്നത് അവൻ മുഅ്മിനല്ല. ഫബയ്യന അബ്ദുല്ലാഹ് ബിൻ ഉമർ അന്നൽ അബ്ദ ലൻ യകൂൻ മുഅ്മിനൻ വലൻ യുതഖബ്ബൽ മിൻഹു അയ്യു അമലിൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി കൊടുത്തു, അവര് ഉഹുദ് മലയോളം സ്വർണം അവരിലൊരാൾ ചെലവഴിച്ചാൽ പോലും, ഈ ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ ചെലവഴിച്ചാൽ പോലും അല്ലാഹു തആല അവരിൽ നിന്ന് അത് സ്വീകരിക്കുന്നതല്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അല്ലാഹു തആല അവരുടെ ഒരു അമലും സ്വീകരിക്കുന്നതല്ല. وقد قال نبينا صلى الله عليه وسلم في حديث أبي الدرداء رضي الله عنه لكل شيء حقيقة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഷൈഇൻ ഹഖീഖ, എല്ലാ ഓരോ കാര്യത്തിനും ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട്. വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ, ഈമാനിന്റെ ഹഖീഖത്ത് ഒരു അടിമക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. ഈമാനിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു അടിമക്ക് എത്താൻ സാധിക്കുന്നതല്ല. ഹത്താ യഅലമ, അവൻ മനസ്സിലാക്കുന്നതുവരെ, അറിയുന്നതുവരെ, അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹ് വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹ്. അവൻ എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കാതിരിക്കുന്നതല്ല, ബാധിക്കാനുള്ളത് തന്നെയാണ്. ഇനി അവൻ എന്തെങ്കിലും ബാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അവന് ബാധിക്കാനുള്ളതല്ല. അതായത് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. ഇനി സംഭവിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാനുള്ളതല്ല എന്നൊരടിമ മനസ്സിലാക്കുന്നത് വരെ, തിരിച്ചറിയുന്നത് വരെ ഈമാനിന്റെ ഹഖീഖത്ത് അവന് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. വമാ ബലഗ അബ്ദുൻ ഹഖീഖത്തൽ ഈമാൻ ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹ് വമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹ്. وقد بين نبينا عليه الصلاة والسلام أن الإنسان إذا وقع له شيء أن يقول قدر الله وما شاء فعل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി, ഒരു മനുഷ്യന് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചാൽ അവന് പറയട്ടെ, ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. قال عليه الصلاة والسلام وإن أصابك شيء فلا تقل لو أني فعلت كذا كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن كلمة لو تفتح عمل الشيطان فإن أصابك شيء. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ പറയരുത്, ലൗ അന്നി ഫഅൽതു കദാ വകാന കദാ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. നേരെ മറിച്ച് നീ പറയേണ്ടത് എന്താണ്? ഖദറുല്ലാഹി വമാ ശാഅ ഫഅൽ. ഫഇന്ന ലൗ, ആ ലൗ എന്നുള്ള പ്രയോഗം, അതായത് ഞാൻ
ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള പ്രയോഗം തഫ്തഹു അമല ശൈത്താൻ, ശൈത്താനിന് അമല് തുറന്നു കൊടുക്കുന്നതാണ്. അപ്പൊ ശൈത്താൻ അതിൽ പ്രവേശിക്കും, ശൈത്താൻ അവന്റെ പണി ചെയ്യും. ഖാല ഹത്തൽ അദ്വ ഐ ഇന്തിഖാലുൽ അദ്വ ഇന്തിഖാലുൽ മറദ് മിൻ ഇൻസാൻ ഇലാ ഇൻസാൻ കുല്ലു ദാലിക ബിഖദാഇല്ലാഹി വഖദരി. അതായത് എന്തെങ്കിലും രോഗങ്ങൾ, പകർച്ചവ്യാധികൾ അത് പകരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്ക് പകരുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു തആലയുടെ ഖദറിന്റെയും ഖദാഇന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. കുല്ലു ദാലിക ബിഖദാഇല്ലാഹി വഖദരി. ഒരു രോഗവും തന്നെ പകരുന്നതല്ല, അള്ളാഹുവിന്റെ ഖദറോടുകൂടിയല്ലാതെ, ഖദറിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലാ അദ്വ വലാ തീറ വയുഅജിബുനി അൽഫഅലു അസ്സാലിഹ്. ഖീല യാ റസൂലല്ലാഹ് വമൽ ഫഅലു? ഖാല അൽ കലിമത്തുൽ ഹസന അൽ കലിമത്തുസ് സാലിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പകർച്ചവ്യാധിയില്ല. അതായത് പകർച്ചവ്യാധി പകരുന്നതല്ല അള്ളാഹുവിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ, അല്ല ഖദറോട് കൂടിയല്ലാതെ. സ്വന്തം നഫ്സിൽ അതിൽ പകരാൻ സാധിക്കുന്നതല്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ്? അൽ ഫഅൽ. എന്താണ് ഫഅൽ എന്ന് പറഞ്ഞാൽ? സ്വഹാബത്ത് ചോദിച്ചു, റസൂൽ പറഞ്ഞു അൽ കലിമത്തുൽ ഹസന, നല്ല വാക്ക്, നല്ല സംസാരം. അൽ കലിമത്തുസ് സാലിഹ, എന്താണ്? ലാ ഖദറുല്ലാഹ് വമാ ശാഅ ഫഅൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർച്ചവ്യാധി നിഷേധിച്ചു. ഐ അന്നൽ അദ്വ ലാ തൻതഖിൽ ബിനഫ്സിഹാ വഇന്നമാ ബിഖദാഇല്ലാഹി വഖദരി. ഒരു പകർച്ചവ്യാധിയും അത് സ്വയം പകരുന്നില്ല, അള്ളാഹുവിന്റെ ഖദാവും ഖദറോടും കൂടിയല്ലാതെ. അള്ളാഹുവിന്റെ അറിവില്ലാതെ, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഒരു രോഗവും പകരുന്നതല്ല. വബിഹാദാ യകൂനുൽ ഇൻസാനു മുത്മഇന്നൻ മുർതാഹൻ അൽബാൽ. അപ്പൊ അങ്ങനെ ആ ഖദറിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ത് സംഭവിക്കും? അവന് സമാധാനം ഉണ്ടാവും, അവന് മുർത്താഹായിരിക്കും, ആശ്വാസമുള്ളവനായിരിക്കും. അതിനർത്ഥം ഒരു മനുഷ്യൻ അവന്റെ അമലുകൾ അസ്ബാബ് സ്വീകരിക്കേണ്ട എന്നല്ല, അസ്ബാബുകൾ അവൻ പ്രവർത്തിക്കേണ്ട എന്നല്ല അതിനർത്ഥം. നേരെ മറിച്ച് അവൻ സബബുകൾ സ്വീകരിക്കണം. രോഗം വന്നാൽ ചികിത്സിക്കണം. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ അവന് കാണണം. അസ്ബാബുകളെ കൊണ്ട് അമല് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്നഹ് വമഖഅദുഹു മിനൻ നാർ. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, അവന്റെ സീറ്റ് ഒന്നുകിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. അത് എഴുതപ്പെടാത്ത ഒരാളും തന്നെ നിങ്ങളുടെ കൂട്ടത്തിലില്ല. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ വഖദ് കുതിബ മഖഅദുഹു മിനൽ ജന്നതി വമഖഅദുഹു മിനൻ നാർ. ഒന്നുകിൽ അവന്റെ സ്ഥാനം സ്വർഗത്തിലാണ് അല്ലെങ്കിൽ നരകത്തിലാണ്. അപ്പൊ അത് രേഖപ്പെടുത്തപ്പെടാത്ത ഒരാളും തന്നെ നമ്മുടെ കൂട്ടത്തിലില്ല. ഫഖാലു യാ റസൂലല്ലാഹ് അഫലാ നത്തകിലു. സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അതിൽ തവക്കുൽ ചെയ്തിട്ട്, അതായത് ഏതായാലും ഞങ്ങൾ സ്വർഗമാണ് നരകമാണ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു, അമലുകൾ ചെയ്യാതെ അതിൽ തവക്കുൽ ചെയ്തിരിക്കട്ടെ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്മലു ഫകുല്ലുൻ മുയസ്സർ. പറഞ്ഞില്ല, നിങ്ങൾ അമലുകൾ ചെയ്യുക. ഫകുല്ലുൻ മുയസ്സറുൻ, എല്ലാവർക്കും അത് എളുപ്പമാക്കി. അതായത് സ്വർഗത്തിലാണ് ഒരുവന്റെ സീറ്റെങ്കിൽ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അവന് എളുപ്പമായി തീരും. നേരെ മറിച്ച് നരകത്തിലാണെങ്കിൽ സ്വാലിഹായ അമലുകൾ ചെയ്യാൻ അവന് പ്രയാസമായി തീരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു. فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى. فأما من أعطى واتقى, തഖ്വ പാലിക്കുകയും ദാനങ്ങൾ നൽകുകയും ചെയ്തവൻ. وصدق بالحسنى, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവൻ. فسنيسره لليسرى, ഏറ്റവും എളുപ്പമായതിലേക്ക് അവൻ എളുപ്പമാക്കിപ്പെടും. അതായത് സ്വർഗത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ അവന് എളുപ്പമാക്കി കിട്ടും. വഅമ്മാമൻ ബഖില വസ്തഗ്ന, പിശുക്ക് കാണിക്കുകയും അതേപോലെ തന്നെ നിരാശ്രയത്വം അത് ഭാവിക്കുകയും ചെയ്തവൻ. വകസ്സബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ കളവാക്കുകയും ചെയ്തവൻ, സ്വർഗത്തെ കളവാക്കുകയും ചെയ്തവൻ. ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര, അവന് പ്രയാസമായതിലേക്ക് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അതായത് നരകത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല അവനെന്ത് ചെയ്യും? എളുപ്പമാക്കി കൊടുക്കും.
ഫകുല്ലുൻ മുയസ്സർ, എല്ലാവർക്കും എളുപ്പമാക്കി കൊടുക്കും. ഒന്നുകിൽ സ്വർഗത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ, അല്ലെങ്കിൽ നരകത്തിലേക്കുള്ള അമലുകൾ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് നിങ്ങളെ അമല് ചെയ്യുക, ഇഅ്മലു, അസ്ബാബുകൾ സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നസ്അലുല്ലാഹ ജല്ല വഅല യുവഫിഖനാ ലിമാ യുഹിബ്ബു വയർദാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹി